ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വഞ്ചനാട് കിച്ചൺ. ഐ ആം ഷെഫ് വിനോജ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പോത്ത് ഫ്രൈ ആണ്. പോത്ത് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. സൂപ്പർ 2 കിലോ പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പോത്ത് ഫ്രൈക്ക് അല്പം നെയ്യുള്ള പോത്താണ് നല്ലത്. പോത്ത് ചെറിയ കഷ്ണങ്ങളായിട്ടത് കട്ട് ചെയ്തെടുക്കാം. ഈ സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. പോത്ത് ഫ്രൈക്ക് 10 തൊട്ട് 12 ഗ്രാം വരെയുള്ള സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. പോത്തിറച്ചി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി സ്റ്റെയിനറിൽ ഡ്രെയിൻ ചെയ്തെടുക്കാം. ആ ടൈമിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. 2 ഫുള്ള് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, ഫൈനായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ 100 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഒന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ 12 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളിയാണ് പോത്ത് ഫ്രൈക്ക് അടിപൊളി ടേസ്റ്റ് തരുന്നത്. 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പോത്ത് ഫ്രൈ ഒക്കെ തയ്യാറാക്കുമ്പോൾ നല്ല വിസ്താരമുള്ളൊരു ഉരുളി എടുക്കുന്നതാണ് നല്ലത്. ഉരുളി ഇല്ലെങ്കിൽ നല്ലൊരു പാൻ എടുത്താലും മതി. സ്റ്റൗ ഓൺ ചെയ്യാം. ഉരുളി ഒന്ന് ചൂടായാലുടൻ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. പോത്ത് ഫ്രൈക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടായാലുടൻ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടിയാലുടൻ സ്പൈസസ് ചേർക്കാം. ഏലക്കായും കറുകപ്പട്ടയും ഗ്രാമ്പൂവും ബേ ലീഫും. സ്പൈസസ് ഒന്ന് ചൂടായാലുടൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോൾ 3 തണ്ട് കറിവേപ്പിലൂടെ ചേർക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. കാശ്മീരി ചില്ലി പൗഡർ ബീഫ് ഫ്രൈക്ക് നല്ലൊരു കളർ തരും. പച്ചമുളകും കുരുമുളക് പൊടിയും ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നത്. 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ചെറു തീയിൽ വെച്ച് വേണം ചൂടാക്കാൻ. മസാലയുടെ പച്ച കുത്തലൊക്കെ പോകുന്നിടം വരെ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. മസാല നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മസാലയൊന്ന് ചൂടായാലുടൻ ഉരുളിയുടെ നടുഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് നുറുക്കി വച്ചിരിക്കുന്ന പോത്തിറച്ചി ചേർക്കാം. സമയക്കുറവുള്ളവർ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ആദ്യം പോത്തിറച്ചിയും മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇറച്ചിയും മസാലയും നന്നായി യോജിച്ചാലുടൻ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഇറച്ചിയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് സീൽ ചെയ്തെടുക്കണം. ഇറച്ചി നന്നായി സീലായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. പോത്തിറച്ചിയിൽ നിന്നും വെള്ളം ഇറങ്ങാനുണ്ട്. ഇറച്ചിയുടെ വേവനുസരിച്ച് പിന്നീട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറുതീയിലിരുന്ന് പോത്തിറച്ചി വെന്ത് വരണം. അപ്പോഴാണ് പോത്തിറച്ചിക്ക് ടേസ്റ്റ് കൂടുന്നത്. വിറകടുപ്പിൽ പോത്തിറച്ചി വെച്ചാൽ പൊളിച്ചേനെ. ഉരുളിയുടെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഇറച്ചിയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പോത്തിറച്ചി നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അടപ്പൊന്ന് മാറ്റി നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തുറന്നു വെച്ച് ഫ്ലെയിം കൂട്ടി നന്നായിട്ട് വറ്റിച്ചെടുക്കാം. പോത്തിറച്ചി 1/4 വേവായിട്ടുണ്ട്. ഉരുളിയുടെ അടിഭാഗത്ത് പിടിക്കാതെ ചുറ്റി ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് ഇറച്ചി നിരത്തിയിടണം ഉരുളിയിൽ. ഗ്രേവി ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഉരുളിയുടെ നടുഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എണ്ണയിൽ കുരുമുളക് പൊടി മൂപ്പിച്ചെടുക്കുമ്പോൾ ബീഫിനൊക്കെ നല്ല കറുത്ത കളറ് കിട്ടും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ എരിയുടെ താല്പര്യം അനുസരിച്ച് കുരുമുളക് പൊടിയുടെ
അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബീഫ് തുറന്നു വെച്ച് വേവിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തുറന്നു വേവിക്കുമ്പോൾ ഏകദേശം 20 മിനിറ്റോളം എടുക്കുന്നുണ്ട്. പോത്തിറച്ചിയുടെ കഷ്ണങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം പോത്ത് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ. പോത്തിറച്ചിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ ഒരു വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ച് ചേർക്കാം. പോത്തിറച്ചിക്ക് അസാധ്യ ടേസ്റ്റ് തരും. പോത്തിറച്ചി നടുഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് ചതച്ച വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 3 വറ്റൽമുളകും 1 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പെരിഞ്ജീരകം ബീഫിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ ബീഫിന് അസാധ്യ ഒരു ഫ്ലേവർ തരും. പോത്തിറച്ചി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കുരുമുളക് പൊടിയിൽ വരട്ടിയെടുത്ത പോത്തിറച്ചി ഒന്നൊന്നിൽ തൊടാതെ കിടക്കുന്നത് കാണാൻ തന്നെ കണ്ണിനൊരു കുളിർമയാണ്. വരട്ടിയെടുത്ത പോത്തിറച്ചിയും പൊറോട്ടയും മലയാളികളുടെ അന്തസ്. പോത്ത് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം. പോത്തിറച്ചി മലയാളികൾക്ക് എന്നും ഒരു ഹരമാണ്. പണ്ട് കാലങ്ങളിൽ ഇറച്ചിക്കടയിൽ നിന്നും തേക്കിലയിൽ പൊതിഞ്ഞ പോത്തിറച്ചിയുമായി വരുന്ന കാലങ്ങളൊക്കെ ഓർത്തു പോകുന്നു. നല്ല മൊരുമൊരാന്നിരിക്കുന്ന പോത്ത് ഫ്രൈയുടെ മുകളിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞാൽ വേറെ ലെവലാകും. പൊറോട്ടയ്ക്ക് മാത്രമല്ല, ചൂട് ചോറിൻ്റെ കൂടെയും ടച്ചിങ്സിൻ്റെയും പ്രിയതമൻ. നിങ്ങൾക്ക് എൻ്റെ പോത്ത് ഫ്രൈയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് വഞ്ചിനാട് കിച്ചൻ, ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം കിടിലൻ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.